അങ്ങ് UDFന്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിക്കരുത്. അതിൽ ഒന്നാമത്തെ ഭാഗം ഒന്ന് വിദ്യാഭ്യാസ മേഖലയിലാണ്. അങ്ങ് പറഞ്ഞ ആന്റണിയുടെ കാലത്തെ സ്വാശ്രയ സമരം ഞങ്ങളതിൽ ഉറച്ചു നിൽക്കുകയാണെന്നേ. ഞങ്ങൾ അന്ന് പറഞ്ഞതിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അവസ്ഥ എന്താ? സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളല്ലേ ഇപ്പോൾ LKG UKG സ്കൂളുകളാക്കി മാറ്റുകയാണ്. ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കുകയാണ്. മറ്റൊരു ഭാഗം പരിയാരം മെഡിക്കൽ കോളേജ്. അങ്ങ് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറയരുതെന്നേ. പുഷ്പനും കുത്തുപറമ്പിലെ രക്തസാക്ഷികളും ഞങ്ങൾക്ക് വൈകാരികമാണ്. അവർ നടത്തിയ പോരാട്ടങ്ങൾ ഞങ്ങൾ ശക്തമായി തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ പരിയാരത്തിൻ്റെ വിഷയം എന്താണ് സുഹൃത്തെ? എൻ്റെ നാട്ടിലാണ് പരിയാരം മെഡിക്കൽ കോളേജ്. അന്ന് സർക്കാരിൻ്റെ ഭൂമി മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരനും സഹകരണ വകുപ്പ് മന്ത്രിയായ MV രാഘവനും ചേർന്ന് തൻ്റെ സ്വന്തം പേരിലേക്ക് മാറ്റി അവിടെ സ്വന്തം പേരിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാനെടുത്ത തീരുമാനം TB സാനിറ്റോറിയത്തിൻ്റെ സ്ഥലം സ്വന്തം ട്രസ്റ്റിൻ്റെ പേരിലാക്കി സ്വന്തം പേരിൽ അവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരായി നടന്ന ഐതിഹാസികമായ സമരത്തിൻ്റെ പേരാണ് കുത്തുപറമ്പ് സമരം. അതിനെ നിങ്ങൾ ശാസ്ത്രീയ സമരമായി കുട്ടിക്കൊടുക്കരുത്. ആ സമരത്തിൻ്റെ പുഷ്പനി ഉൾപ്പെടെ രക്തസാക്ഷികളെ ഏർത്തുപിടിച്ചുകൊണ്ടാണ് സഖാ പിണറായി വിജയൻ മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. രണ്ടാമത്തെ ഭാഗം പറയട്ടെ സുഹൃത്തെ, പറയട്ടെ. രണ്ടാമത്തെ ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. പിന്നെ അല്ലല്ല ഞാൻ പറയട്ടെ. പിന്നെ അങ്ങ് സ്വകാര്യ സർ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക. ഞങ്ങൾക്ക് ഈ കൈരളിയുടെ തന്നെ പ്ലാറ്റ്ഫോമിൽ ഞാൻ തന്നെ വരാം. എന്താണ് സ്വകാര്യ സർവകലാശാല നയവുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ ആ ബില്ല് അവതരിപ്പിച്ച ഒരു MLA ഞാൻ. നമുക്ക് ചർച്ച ചെയ്യാമെന്നേ. നിങ്ങളതിനെ നിങ്ങളുടെ നയമായി കുട്ടിക്കൊടുക്കരുത്. ഇത് നിങ്ങളുടെ കച്ചവടത്തിന് നയമല്ലെന്ന്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുത്തനുറവ് നൽകുന്ന ഒരു പദ്ധതി. മറ്റൊന്ന് മെഡിക്കൽ കോളേജ് പറയട്ടെ. മെഡിക്കൽ കോളേജ് എന്താ പറഞ്ഞത്? മഞ്ചേരി ഉൾപ്പെടെ ഇടുക്കി ഉൾപ്പെടെ നിങ്ങൾ മെഡിക്കൽ കോളേജ് തുടങ്ങിയെന്നോ? എന്താ അവസ്ഥ? ഇവിടുത്തെ ജില്ലാ ആശുപത്രിക്കും താലൂക്ക് ആശുപത്രിക്കും ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് ആക്കി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് കടലാസിൽ എഴുതി വെച്ചാൽ സുഹൃത്തെ മെഡിക്കൽ കോളേജ് ആകില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷമാണ് അവിടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചത്. അവിടെ മെഡിക്കൽ കോളേജായി കോഴ്സ് ഉൾപ്പെടെ തുടങ്ങാൻ വേണ്ടി ഇടപെടൽ നടത്തിയത് ഈ കേരളത്തിലെ പിണറായി ഗവൺമെന്റ് ആണ്. ഇതാണ് യാഥാർത്ഥ്യം.